100 വർഷങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും പടർന്നു പന്തലിച്ച പ്രസ്ഥാനമാണ് RSS. രാഷ്ട്രീയത്തിലും വിദ്യാർത്ഥികളിലും കുട്ടികളിലും ഉൾപ്പെടെ ദേശീയബോധം വളർത്തുന്ന മുൻനിര പ്രസ്ഥാനങ്ങളാണ് സംഘത്തിന്റെ എക്കാലത്തെയും കരുത്ത്. സംഘപഥത്തിലൂടെ ശതാബ്ദിയിലെത്തുമ്പോൾ RSS സമസ്ത മേഖലകളിലും സാന്നിധ്യം അറിയിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ സംഘാടക മികവാണ് സംഘത്തിൻ്റെ പരിവാർ സംഘടനകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം, ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന, അങ്ങനെ സംഘമൂല്യം നെഞ്ചിലേറ്റി അവയെല്ലാം ഗംഗാപ്രവാഹം പോലെ ഒഴുകുകയാണ്. സംഘത്തിന് രാഷ്ട്രീയമുണ്ടോ? രൂപീകരണ വേളയിൽ തന്നെ കൃത്യമായ ഉത്തരമുള്ളൊരു ചോദ്യമായിരുന്നു ഇത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഡോക്ടർ ജി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നപ്പോൾ മറ്റൊരാൾക്ക് പകരം ചുമതല നൽകി. പിന്നീട് കോൺഗ്രസിൽ ലയിക്കാനുള്ള സർദാർ പട്ടേലിൻ്റെ നിർദ്ദേശവും സ്നേഹപൂർവ്വം നിരസിക്കുകയാണുണ്ടായത്. സമാജത്തിൻ്റെ മുഴുവൻ സംഘടനയാണ് സംഘമെന്ന ഉറച്ച ബോധ്യത്തിലായിരുന്നു പ്രവർത്തനം. സ്വത്വം മറന്ന കോൺഗ്രസ് കുടുംബാധിപത്യത്തിലേക്ക് വഴിമാറിയ വേളയിൽ അപകടം തിരിച്ചറിഞ്ഞ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അന്നത്തെ സർസംഘചാലക് പൂജനീയ ഗുരുജിയെ കണ്ടു. ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അനുഭാവപൂർണ്ണം പരിഗണിച്ച ഗുരുജി അതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ശ്യാമപ്രസാദ് മുഖർജിയെ തന്നെ നിയോഗിച്ചു. അങ്ങനെ ജനസംഘം പിറന്നു. സാംസ്കാരിക തനിമ വീണ്ടെടുത്തുകൊണ്ട് ഭാരതം വിശ്വഗുരുസ്ഥാനത്തേക്ക് മുന്നേറുമ്പോൾ അതിന് ചാലകശക്തിയാകുന്നത് ജനസംഘവും നിലവിൽ BJPയുമാണ്. നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെപ്പോലെ അസംഖ്യം കാര്യകർത്താക്കളെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ ശക്തി സ്രോതസ്സാക്കാനും സംഘത്തിന് एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ 100 साल की राष्ट्र की सेवा एक बहुत ही गौरवपूर्ण स्वर्णिम पृष्ठ है. രാഷ്ട്രീയത്തിനതീതമായി ഒരു തൊഴിലാളി സംഘടന, അവകാശങ്ങൾക്കൊപ്പം കടമകളും ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം. 1955 ഭോപ്പാലിലെ യോഗത്തിലാണ് ഭാരതീയ മസ്ദൂർ സംഘിന്റെ ജനനം. സർവ്വരാജ്യ തൊഴിലാളികളോട് സംഘടിക്കാൻ പറഞ്ഞ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന് പകരം ലോകത്തെ ഒന്നിപ്പിക്കാൻ ദേശീയബോധമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുക എന്ന സംഘത്തിന്റെ ദർശനം. ജ്ഞാനം ശീലം ഏകത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് രൂപം കൊള്ളുന്നത്. 1948 രൂപീകരിച്ച സംഘത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യാർത്ഥികളുടെ നേതൃസ്ഥാനത്തേക്കും ഹൃദയത്തിലേക്കും കടന്നു ചെല്ലാൻ സാധിച്ചു. മാധ്യമരംഗത്ത് പാഞ്ചജന്യ, ഓർഗനൈസർ, വിശ്വസംവാദ കേന്ദ്ര, ഹിന്ദുസ്ഥാൻ സമാചാർ, ജനൻ TV, ജന്മഭൂമി, കേസരി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ സംഘം ദേശീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു. ഹിന്ദു സമാജത്തിന്റെ സ്വാഭിമാനം തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ സംഘം ജന്മം നൽകിയ പ്രസ്ഥാനമാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ദേശീയ സാംസ്കാരിക മൂല്യങ്ങളിലേക്ക് മതരാഷ്ട്രീയവാദികൾ ലക്ഷ്യം വെച്ചപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് വിരാട രൂപമായി. അയോധ്യയിൽ സ്വാഭിമാനം വീണ്ടെടുത്തതുൾപ്പെടെ പിന്നീട് നടന്നത് ചരിത്രം. വിദേശ രാജ്യങ്ങളിലും സംഘം സജീവമാണ്. ഹിന്ദു സ്വയം സേവക് സംഘത്തിലൂടെ 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തനം നടക്കുന്നു.
ബാലഗോകുലത്തിലൂടെ കുട്ടികളിലും ദേശീയത ഊട്ടിയുറപ്പിക്കാൻ സംഘത്തിന് സാധിച്ചു. അമൃതകലശം പേറിയെത്തുന്ന ദേവതാഗണ സംഗമം പോലെ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും RSS സാന്നിധ്യം അറിയിക്കുന്നു. വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണമെന്ന ദൗത്യത്തിലേക്കാണ് ഈ പ്രവാഹമെല്ലാം ചെന്നെത്തുന്നത്. രാജ്യത്തിന്റെ ആത്മാവിന് കരുത്തു പകരുന്ന മഹാപ്രസ്ഥാനത്തിന് ടീം ജനത്തിന്റെ 100ാം പിറന്നാൾ മധുരം.